Dear friends, welcome to my class. Learn English Grammar with Madhav Mash. ലാസ്റ്റ് ക്ലാസ്സിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു വാചകത്തിന് രണ്ട് പാർട്ട് ഉണ്ടെന്നാണ്. അതായത് സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും. സബ്ജക്റ്റ് പാർട്ടിലെ പ്രധാന ഭാഗം ഒരു നാമമോ സർവനാമമോ ആയിരിക്കും. പ്രെഡിക്കേറ്റ് പാർട്ടിലെ പ്രധാന വാക്ക് ഒരു ക്രിയയോ സഹായക ക്രിയയോ ആയിരിക്കും. അപ്പം നമുക്ക് ക്രിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാരണം 20 ടെൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓരോ വാചകത്തിലെയും ക്രിയയെ കണ്ടാൽ നമുക്ക് ആ ക്രിയ ഏത് ടെൻസിലാണെന്ന് പറയാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് പഠിച്ച ടെൻസ്, പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസും പഠിച്ചിട്ടുണ്ട്. അത് നല്ല ഓർമ്മ വേണം. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പറയുന്ന ക്ലാസ് മനസ്സിലാവണമെങ്കിൽ, ടെൻസ് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ പറഞ്ഞ ക്ലാസ് ഒന്ന് വീണ്ടും റെഫർ ചെയ്തിട്ട് ഏതാണ് ടെൻസ് എന്നുള്ളത് നോക്കുക. നമ്മുടെ എക്സാമ്പിളുകളിൽ നിങ്ങൾ വെർബിനെ കണ്ടെത്തുക തന്നെ വേണം, ഒരു നിവൃത്തിയില്ല. അപ്പോൾ ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും. ഇപ്പോൾ ഒരു വാചകത്തിൽ സബ്ജക്റ്റ് പാർട്ടോ പ്രെഡിക്കേറ്റ് പാർട്ടോ ഏതാണ് വലുത് ചെറുതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സബ്ജക്റ്റ് പാർട്ടാവും, ചിലപ്പോൾ പ്രെഡിക്കേറ്റ് പാർട്ടാവും. അത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ എക്സാമ്പിളുകളിൽ നിങ്ങൾ സബ്ജക്റ്റ് പാർട്ട് വലുതും പ്രെഡിക്കേറ്റ് പാർട്ട് ചെറുതുമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് വാചകം കണ്ടാലും നമുക്ക് സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ 1ാം ക്ലാസ്സിലെ ഒരു വാചകമായാലും ഒരു വാചകം ടീച്ചർ എഴുതി തന്നാൽ അതിൻ്റെ സബ്ജക്റ്റ് പാർട്ട് ഏതാണ്, പ്രെഡിക്കേറ്റ് പാർട്ട് ഏതാണ് എന്ന് തിരിച്ചറിയണം. അറിയണില്ലെങ്കിൽ അത് ടീച്ചറോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇതിൻ്റെ സബ്ജക്റ്റ് പാർട്ട് ഏതാണ്, ഇതിൻ്റെ പ്രെഡിക്കേറ്റ് പാർട്ട് ഏതാണ്. 1ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ LKG തൊട്ട് തന്നെ അറിയാം. സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും ഇല്ലാണ്ട് വാചകം ഇല്ല. സബ്ജക്റ്റ് പാർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഇമ്പരേറ്റീവ് സെൻസിൽ സബ്ജക്റ്റ് പാർട്ട് കാണില്ല. അത് അവിടെ യു ആയതുകൊണ്ട് കാണാറില്ല, അണ്ടർസ്റ്റുഡ് ആണ്, യു ആണ് എപ്പോഴും ഉള്ളത്. അങ്ങനെ സബ്ജക്റ്റ് പാർട്ട് പ്രെഡിക്കേറ്റ് പാർട്ട് തിരിച്ചറിഞ്ഞാൽ വാചകങ്ങൾ എഴുതാൻ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം, ഒരു വാചകം എഴുതണമെങ്കിൽ സബ്ജക്റ്റ് പാർട്ട് വേണം, പ്രെഡിക്കേറ്റ് പാർട്ട് വേണം. പ്രെഡിക്കേറ്റ് പാർട്ടിൽ ടെൻസ് കണ്ടെത്തണം. നമുക്ക് ഇഷ്ടമുള്ള ടെൻസ്, നമ്മൾ ഒരു വീട് പണിയാണെങ്കിൽ ഏത് ഇഷ്ടിക കൊണ്ടാണോ പണിയുന്നത്, കരിങ്കല്ല് കൊണ്ടാണോ ബ്രിക്സ് കൊണ്ടാണോ എന്തുകൊണ്ടാണ് പണിയുന്നത് നമ്മളത് തീരുമാനിക്കുക. അപ്പോൾ അതിന് പറ്റിയ ഈ വേർഡുകളൊക്കെ വാചകത്തിലെ ബ്രിക്സുകളാണ്, ഇഷ്ടികകളാണ്. നമ്മളത് ഇഷ്ടമുള്ളത് വെറും മണ്ണ് വെച്ചിട്ടും വാചകം ഉണ്ടാക്കാൻ പറ്റും. ആ വാചകത്തിന് ബലം ഉണ്ടാവില്ല എന്ന് മാത്രം. അപ്പോൾ നമുക്ക് വാചകത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ഒരു വാചകം ആവണമെങ്കിൽ ഒരു സബ്ജക്റ്റും വേണം, ഒരു പ്രെഡിക്കേറ്റും വേണം. ഒരു സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ആയാൽ അതൊരു ക്ലോസ് ആയി. ക്ലോസ് എന്ന് പറഞ്ഞാൽ വാക്യം. അപ്പോൾ ഒരു വാചകമാവണമെങ്കിൽ മിനിമം ഒരു മെയിൻ ക്ലോസ് വേണം. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്ലോസ്. ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും വേണം, പ്രെഡിക്കേറ്റും വേണം. അപ്പം ഒരു വാചകത്തിൽ 2 സബ്ജക്റ്റും 2 പ്രെഡിക്കേറ്റും ഉണ്ടെങ്കിലോ അപ്പോൾ 2 ക്ലോസ് ഉണ്ടാവും. 2 ക്ലോസ്, ഒരു വാചകത്തിൽ ഒന്നോ അധികമോ ക്ലോസുകൾ ഉണ്ടായിരിക്കും. അതിലടങ്ങിയിരിക്കുന്ന ക്ലോസുകളുടെ ഘടനയനുസരിച്ച് നമ്മളതിനെ സിമ്പിൾ എന്നോ കോമ്പൗണ്ട് എന്നോ കോംപ്ലക്സ് എന്നോ കോമ്പൗണ്ട് കോംപ്ലക്സ് എന്നോ വിളിക്കും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും ഞങ്ങൾക്ക് പറ്റിയ ക്ലാസ് അല്ല. നിങ്ങൾ പഠിക്കുന്ന എല്ലാ വാചകങ്ങളും ഈ ഏത് ക്ലാസ്സിലായാലും, ഇപ്പോൾ LKG പഠിക്കുന്ന വാചകമായാലും either it will be a simple, compound, complex or compound complex. എന്തായാലും LKG ഇപ്പോൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് പഠിപ്പിക്കില്ല എന്ന് വിചാരിക്കുക. എനിവേ +1 +2 തൊട്ട് അങ്ങോട്ട് സിമ്പിൾ സെൻറ്റൻസ് മാത്രമല്ല പഠിപ്പിക്കുക, കോമ്പൗണ്ട് കോംപ്ലക്സും പഠിപ്പിക്കും. നിങ്ങൾക്കത് എന്ത് വാചകമാണെന്ന് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ അറിയാത്തത്. അറിയില്ലെങ്കിൽ അത് ടീച്ചറോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. മനസ്സിലായില്ലേ? അപ്പോൾ അത് അറിയുന്നേ വേണം. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വാചകം എഴുതുന്നത് വെറും ഒറ്റ ഇഷ്ടിക വെച്ചിട്ടാണോ ചില 2 ഇഷ്ടിക വെച്ചിട്ട് പണിയും. അതൊക്കെ നമ്മുടെ കഴിവിനും കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് പണിയാറുള്ളത്. ആയതുകൊണ്ട് നിങ്ങൾ ആദ്യം സിമ്പിൾ സെൻറ്റൻസ് വെച്ച് ഒരേ പാരഗ്രാഫ് എഴുതിയിട്ടേക്കുക, പിന്നെ വാചകത്തിന് കൂട്ടുക. അപ്പോൾ വാചകത്തിന് പുഷ്ടി കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലോസുകൾ കൂടണം. അപ്പോൾ ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റുമായ ഒരു ക്ലോസ് ആയി. ക്ലോസ് എന്ന് പറഞ്ഞാൽ വാക്യം, CLAUSE ക്ലോസ്. അപ്പോൾ ഒരു വാക്യം, ഒരു വാചകത്തിൽ ഒന്നോ അതിലധികമോ ക്ലോസുകൾ ഉണ്ടാകാം. അറ്റ്ലീസ്റ്റ് 1 മെയിൻ ക്ലോസ് ഉണ്ടെങ്കിലേ ഒരു വാചകം ആവുകയുള്ളൂ. അപ്പോൾ ഒരു ക്ലോസിൽ അടങ്ങിയിരിക്കേണ്ട കാര്യങ്ങൾ എന്താ? ഒരു സബ്ജക്റ്റും വേണം, ഒരു പ്രെഡിക്കേറ്റും വേണം. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അതൊരു പൂർണ്ണക്രിയ ആയിരിക്കണം. എന്താ പൂർണ്ണക്രിയ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റോ ടെൻസോ മാറുന്നതിനനുസരിച്ച് ഉള്ള ക്രിയകളെ പൂർണ്ണക്രിയകളെന്നും, സബ്ജക്റ്റോ ടെൻസോ മാറുമ്പോൾ മാറാത്ത ക്രിയകളെ അപൂർണ ക്രിയകളെന്നും പറയുന്ന ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും, ഫിനിറ്റീവ് വെർബും ഇൻഫിനിറ്റീവ് വെർബും. ട്രാൻസിറ്റീവ് സകർമ്മകവും അകർമ്മകവുമാണ്, അത് വേറെ. ഇത്
ഫിനിറ്റീവ് വെർബും നോൺ ഫിനിറ്റീവ് വെർബും. നോൺ ഫിനിറ്റീവുകളെല്ലാം ഞാൻ പറഞ്ഞു ഇൻഫിനിറ്റീവുകളാണെന്ന് പറഞ്ഞു. ഇൻഫിനിറ്റീവുകളെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. ടു ഇൻഫിനിറ്റീവ്, ബെയർ ഇൻഫിനിറ്റീവ്, ING ഇൻഫിനിറ്റീവ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ തുടങ്ങിയവയാണ്. പിന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ, ഇതെല്ലാം ഇൻഫിനിറ്റീവുകളാണ്. അത് നമുക്ക് ഇങ്ങനെ ക്ലോസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പ്രെഡിക്കേറ്റിൽ എന്തൊക്കെയാണ് വന്നുള്ളത് എന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് ഞാനിവിടെ വാചകങ്ങൾ കുറച്ച് തന്നിട്ടുണ്ട്. ഈ വാചകങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതാ ബോർഡിലേക്ക് വരിക. ഇതാ ബോയ്സ് പ്ലേ. ഇതിൽ സബ്ജക്റ്റ് ബോയ്സ്, സബ്ജക്റ്റ് പാർട്ടിൽ ഒറ്റ വാക്കേ ഉള്ളൂ. പ്ലേ എന്നുള്ള വെർബ് അത് പ്രെഡിക്കേറ്റ്. അപ്പോൾ ഒരു ഇത് സബ്ജക്റ്റ് പാർട്ട് ബോയ്സ്, പ്ലേ എന്നുള്ള പ്രെഡിക്കേറ്റ് പാർട്ട്. എത്ര ചെറിയ വാചകം നോക്കുമോ, ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും. പ്രെഡിക്കേറ്റിൽ ഒരു വെർബ് മാത്രമേ ഉള്ളൂ. അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഈ വാചകം സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇതിൽ ഒറ്റ ക്ലോസേ ഉള്ളൂ, ആൺകുട്ടികൾ കളിക്കുന്നു. അപ്പോൾ ആൺകുട്ടികൾ എന്നുള്ള സബ്ജക്റ്റോട് പ്രവൃത്തി ചെയ്യുന്ന ആളുണ്ട്, ചെയ്യുന്ന പ്രവൃത്തിയും സൂചിപ്പിച്ചിട്ടുണ്ട്. ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രെഡിക്കേറ്റ്. ആരാണ് പ്രവർത്തിക്കുന്നത് അയാളാണ് സബ്ജക്റ്റ്. രണ്ടാമത്തെ വാചകം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വാചകം വീട്ടിൽ എഴുതണം. ഇതിൽ നോക്കാണ്ട് തന്നെ താൻ തിരിച്ചറിയണം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അതിൽ ആരാ ഉദിക്കണത്? സൺ. അപ്പോൾ ദ സൺ എന്നുള്ള സബ്ജക്റ്റ്, റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ള പ്രെഡിക്കേറ്റ്. അപ്പോൾ പ്രെഡിക്കേറ്റ് വലിപ്പം കൂടി. ഇതിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് റൈസസ് എസ് ഫോമോ ബേസ് ഫോമോ കണ്ടാൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് ടെൻസ് എടുക്കുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മൂന്നാമത്തെ വാചകം മൈ അങ്കിൾ ഗേവ്. ഗേവ് എന്നുള്ള വെർബ് ഏത് ടെൻസാണ്? സിമ്പിൾ പാസ്റ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ആർക്ക് തന്നു? എനിക്ക് തന്നു. അപ്പൊ ആരെ, ആർക്ക്, എന്ത്, എന്തിനെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ചിലപ്പോൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവാം, ചിലപ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ആർക്ക് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും എന്ത് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റും. അപ്പൊ ഈ പ്രെഡിക്കേറ്റിൽ എന്തുണ്ട്? ഒരു വെർബ് ഉണ്ട്, ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ എന്താ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്? ആരെ, ആർക്ക് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും എന്ത്, എന്തിനെന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റുമാണ്. അപ്പൊ പ്രെഡിക്കേറ്റിൽ ഒരു വെർബ്, ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് ഒക്കെ ഏത് ഭാഗത്തിൽ വരും? പ്രെഡിക്കേറ്റ് പാർട്ടിലാണ് വരുന്നത്. പ്രെഡിക്കേറ്റ് പാർട്ടിലെ പ്രധാന വാക്ക് അതാ ഗേവ് എന്നുള്ളതാണ്, സിമ്പിൾ പാസ്റ്റിലാണ്. അപ്പോൾ പ്രെഡിക്കേറ്റ് പാർട്ടിൽ ഇതൊന്നല്ല പ്രാധാന്യം, ഗേവ് എന്നുള്ള വെർബാണ് പ്രാധാന്യം. ഇത് സബ്ജക്റ്റ്. ഇനി നാലാമത്തെ വാചകം ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. ദ ചിൽഡ്രൻ ആരാ കളിക്കുന്നത്? കുട്ടികള്. ആർ പ്ലേയിങ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ? ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. അപ്പൊ ഇത് അങ്ങനെ പ്രെഡിക്കേറ്റ് ആണ്. ഇത് സബ്ജക്റ്റ് പാർട്ടാണ്. സബ്ജക്റ്റ് പാർട്ട്, പ്രെഡിക്കേറ്റ് പാർട്ട്. അടുത്തത് വൈ ഹാവ് യു പോസ്റ്റ്പോൺഡ് ദ മാരേജ്. ഇതൊരു ചോദ്യവാചകമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എങ്ങനെയാണ് ഇത് ചോദ്യമായത്? ചോദ്യടയാളം ഇട്ടത് കൊണ്ട് മാത്രമല്ല, ഇതിലെ സബ്ജക്റ്റ് യു ആണ്. യുവിന് മുമ്പ് എന്ത് കൊടുത്തു? നമ്മൾ സഹായക്രിയായിട്ടുള്ള ഹാവ് എന്നുള്ളത് കൊടുത്തു. അല്ലെങ്കിൽ വൈ യു ഹാവ് എന്ന് പറഞ്ഞാൽ അതൊരു ചോദ്യം ആവില്ല. കേൾക്കുമ്പോൾ ചോദ്യമാണെങ്കിലും അതിന് നിയമം അനുസരിച്ച് ചോദ്യമല്ല. ചോദ്യം ആവണമെങ്കിൽ സബ്ജക്റ്റിന് മുമ്പ് സഹായക്രിയ പ്രയോഗിക്കണം. ഓൾമോസ്റ്റ് ഓൾ, മിക്കവാറും സെൻറ്റൻസുകളിൽ ഞാൻ പറഞ്ഞു. ഏത് സെൻറ്റൻസുകളിലാണ് അത് വേണ്ടാതെ വരിക? ചോദ്യവാക്ക് തന്നെ സബ്ജക്റ്റായി വരുന്ന വാചകങ്ങളിൽ ഈ പറയുന്ന നിയമം, അതായത് സബ്ജക്റ്റിന് മുമ്പ് സഹായക്രിയ വരുന്നുള്ള നിയമം ബാധകമല്ല. അപ്പൊ വൈ എന്നുള്ള ചോദ്യവാക്ക്, യു എന്നുള്ള സബ്ജക്റ്റ്, ഹാവ് പോസ്റ്റ്പോൺഡ് എന്നതാണ് വെർബ്. പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇതെന്താ ഹാവ് ഇങ്ങോട്ട് വന്നേ? ചോദ്യം ഉണ്ടാക്കാൻ സബ്ജക്റ്റിന് മുമ്പ് സഹായക്രിയയെ പുറത്തേക്ക് ഇങ്ങോട്ട് എടുത്തിട്ടതാണ്, സബ്ജക്റ്റിന് മുമ്പ് ഇട്ടതാണ്. ഹാവ് പോസ്റ്റ്പോൺഡ് എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. എന്ത്? ദ മാരേജ്. ഇത് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഹാവ് എന്നപ്പോൾ ഹാവ് പോസ്റ്റ്പോൺഡ് എന്നുള്ള പ്രെഡിക്കേറ്റ്, ഇത് ഹാവ് പോസ്റ്റ്പോൺഡ് ദ മാരേജ് എന്നുള്ള പ്രെഡിക്കേറ്റ്, യു എന്നുള്ള സബ്ജക്റ്റ്. ഇത് ചോദ്യവാക്ക്, ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചുള്ള വാക്കാണ്. അപ്പൊ ഇതിലെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കണ്ടു, പ്രസന്റ് പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി ഡസ് ഹി അപ്ലൈ ഫോർ ദ ജോബ്. സബ്ജക്റ്റ് ഏതാ? ഹി. അപ്ലൈ എന്നുള്ളതും ഡസ്സും. ഡസ് എങ്ങനെയാ വന്നേ? സബ്ജക്റ്റ് മുമ്പ് സഹായക്രിയായിട്ട് ചോദ്യടയാളവും. അവൻ ജോലിക്ക് അപേക്ഷിച്ചുവോ, അപേക്ഷിക്കുന്നുവോ, അപേക്ഷിക്കുന്നുവോ. അപ്പൊ ഡസ്സും അപ്ലൈയും കൂടിയിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വെർബ്, ഹി എന്നുള്ള സബ്ജക്റ്റ്, ഫോർ ദ ജോബ്. ഇത് ഡസ് അപ്ലൈ ഫോർ ദ ജോബ് എന്നുള്ള പ്രെഡിക്കേറ്റ്, ഹി എന്നുള്ള സബ്ജക്റ്റ്. അടുത്തത് there are so many birds on the tree. ഈ there എന്നുള്ളതാണ് ഇൻട്രൊഡക്ടറി there എന്ന് ഇതിന് പറയാം. സബ്ജക്ട് there എന്നുള്ള പദം സബ്ജക്റ്റ് ആയി വരുമ്പോൾ അതിനെ ഇൻട്രൊഡക്ടറി there എന്നാ പറയാം. ഇതാണ് സബ്ജക്റ്റ്.
ആർ എന്നുള്ളതാണ് വെർബ്. ഇത് വെർബ് എന്ന് പറഞ്ഞത് ക്രിയയല്ല, മനസ്സിലായില്ലേ? ഇതൊരു അവസ്ഥയാണല്ലോ. ഇപ്പോൾ ഐ ആം എ ടീച്ചർ എന്നുള്ളതിന് പ്രെഡിക്കേറ്റ് ഐ ആം എ ടീച്ചർ എന്നാണ്. അത് ഒരു അവസ്ഥയാണ്, സ്റ്റേറ്റാണ്, കണ്ടീഷനാണ്. അതുപോലെ ദേർ ആർ എന്നുള്ളത് ഒരു വെർബല്ല, അതേസമയം സഹായക്രിയയാണ്, പ്രെഡിക്കേറ്റിൽ കൂട്ടും. അപ്പോൾ ആർ എന്നുള്ളത് ഇപ്പോഴത്തെ സബ്ജക്റ്റ് അല്ല, അതായത് ദേർ എന്നുള്ള സബ്ജക്റ്റ്, ആർ സോ മെനി ബേർഡ്സ് ഓൺ ദ ട്രീ എന്നുള്ള പ്രെഡിക്കേറ്റ് പാർട്ട്, സബ്ജക്റ്റ് പാർട്ട്, പ്രെഡിക്കേറ്റ് പാർട്ട്. അതിൽ പ്രധാന വാക്ക് ആർ. ഈ ആറില്ലെങ്കിൽ ഇത് പ്രെഡിക്കേറ്റ് ആയിട്ട് വരികയില്ല എന്നർത്ഥം. അപ്പോൾ ഇതിൽ ഈ പ്രെഡിക്കേറ്റിലെ പ്രധാന വാക്ക് ഏതാ? ആർ എന്നുള്ള സഹായക്രിയ. ഇവിടെ ഏതാ പ്രെഡിക്കേറ്റ്? ഡസും അപ്ലൈ എന്നുള്ള വെർബ്. സിമ്പിൾ പ്രസന്റ് ആണിത്. ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇനി ദിസ് ഈസ് എ ബുക്ക്, ദിസ് എന്നുള്ള സബ്ജക്റ്റ്, ഈസ് എ ബുക്ക് എന്നുള്ള പ്രെഡിക്കേറ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇത് വെർബല്ല, അതേസമയം വെർബിന്റെ പ്രവൃത്തി ചെയ്യുന്ന ഒരു അവസ്ഥ കാണിക്കുന്നത് അത് സഹായക്രിയയാണ്. അപ്പോൾ ഇതിനെയാണ് അതുകൊണ്ടാണ് ഇതിന്റെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അവസ്ഥയെയോ പ്രവൃത്തിയെയോ സൂചിപ്പിക്കും. ഇനി ദീസ് ആർ ദ ആർട്ടിക്കിൾസ്, ആർ ദ ആർട്ടിക്കിൾസ് പ്രെഡിക്കേറ്റ്, ദീസ് ഉള്ളത് സബ്ജക്റ്റ് പാർട്ട്. സംബഡി ഹാഡ് ഗോൺ, ഹാഡ് ഗോൺ എന്നുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, സംബഡി എന്നുള്ള സബ്ജക്റ്റ് ആണ്. ഇനി ദേ ക്യാൻ ക്ലീൻ ദ റൂം, ദേ എന്നുള്ള സബ്ജക്റ്റ് പാർട്ട്, ക്യാൻ ക്ലീൻ ഫ്യൂച്ചർ അല്ല എന്നാലും ക്യാൻ ക്ലീൻ എന്നുള്ളതാണ് ഇതിന്റെ വെർബ്. പ്രെഡിക്കേറ്റ് മുഴുവൻ പറയുന്നത് ക്യാൻ ക്ലീൻ ദ റൂം എന്നുള്ളത് പ്രെഡിക്കേറ്റ് പാർട്ട്. ഇത് ഒബ്ജക്റ്റ് ആണ്. എന്താ ക്ലീൻ ചെയ്യാൻ പറ്റുക? റൂം. ദ റൂം ക്യാൻ ബി ക്ലീൻഡ് ബൈ ദം എന്നാണ് ഇതിന്റെ പാസീവ് വരിക. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തത് ഹി ഹാസ് ബീൻ വെയിറ്റിംഗ് ദർ ഫോർ 2 hours. ഹി എന്നുള്ളത് സബ്ജക്റ്റ് പാർട്ട്, ഹാസ് ബീൻ വെയിറ്റിംഗ് ദർ ഫോർ ദ 2 hours ഉള്ള പ്രെഡിക്കേറ്റ് പാർട്ട്. ടെൻസ് ഏതാ? ഹാസ് എ പ്ലസ് ബീൻ പ്ലസ് ING, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ദീർഘകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കാണിക്കാവുന്നതാണ്. അടുത്തത് ദേ മേ ബി റെഡി ടു കം, ദേ എന്നുള്ള സബ്ജക്റ്റ് പാർട്ട്, മേ ബി റെഡി ടു കം എന്നുള്ള പ്രെഡിക്കേറ്റ് പാർട്ട്. ആ മേ ബി എന്നുള്ളത് പ്രെഡിക്കേറ്റ് വെർബായിട്ട്, വെർബല്ല, ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അവർ വരാൻ തയ്യാറായിരിക്കുന്നു, ആയിരിക്കാം എന്നാണ് പറയുന്നത്. സബ്ജക്റ്റ് പാർട്ട്, പ്രെഡിക്കേറ്റ് പാർട്ട്. ഈ വാചകങ്ങൾ വീണ്ടും എടുത്തെഴുതി നിങ്ങൾ ആവർത്തിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് പാർട്ട് എന്താണ്, പ്രെഡിക്കേറ്റ് പാർട്ട് എന്താണെന്ന് മനസ്സിലാവും. എഴുതാതിരുന്നാൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഈ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഒക്കെ ഞങ്ങൾ ഈ SLC പഠിക്കുന്നവർ പഠിക്കണമെന്ന്. നിർബന്ധമായും പഠിക്കണം. 5ാം ക്ലാസ്സൊക്കെ തൊട്ട് സബ്ജക്റ്റ് പാർട്ട് ഏതാണ്, പ്രെഡിക്കേറ്റ് പാർട്ട് ഏതാണെന്നൊക്കെ അറിയണം. ഒരു ബുദ്ധിമുട്ടും ഇതിനില്ല. ഞാൻ കാരണം ടെൻസ് പഠിപ്പിച്ചെന്നാണ്, 20 ടെൻസ് പഠിപ്പിച്ചെന്നുണ്ട്. അതുപോലെ ആ ടെൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ദിവസേന ഒരേ ഗുളിക കഴിക്കണ പോലെ ദിവസേന ഒരു വാചകം എഴുതിയിട്ട് അതിന് 20 വാചകങ്ങൾ എഴുതി പഠിച്ചാൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് കയ്യിലാവും, ഒരു സംശയവുമില്ല. പിന്നീട് അങ്ങോട്ട് ആ വാചകത്തിലെ സബ്ജക്റ്റ് പാർട്ടും പ്രെഡിക്കേറ്റ് പാർട്ടും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതിലും പെർഫെക്ഷൻ ആവും. കുറച്ചുകൂടി അതങ്ങോട്ട് കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിൽ കയറാം. വാചകത്തിൻ്റെ സിന്തസിസും അനാലിസിസിലേക്ക് നമുക്ക് കയറാം. +2 ഒക്കെ ആകുമ്പോൾ സിന്തസിസും അനാലിസിസും പഠിക്കാണ്ടൊന്നും വാചകം ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കോമ്പോസിഷൻ എഴുതാൻ പറഞ്ഞാൽ ടീച്ചർ എഴുതി തന്നെ എഴുതല്ലോ, നമുക്ക് വാചകം ഉണ്ടാക്കണ്ടേ? എങ്ങനെയാണ് വാചകം ഉണ്ടാക്കുക? അപ്പോൾ വാചകം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിഞ്ഞേ പറ്റൂ. +2 ഒക്കെ ആയുള്ള കുട്ടികൾക്ക് ഇത് നല്ല പോലെ അറിയണം. ഡിഗ്രിക്ക് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഇതുപോലത്തെ വാചകം കൊണ്ട് ഇപ്പോൾ ഞാൻ വീടുണ്ടാക്കാൻ പോകുന്നത് ഇന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് വാചകം ഉണ്ടായാൽ അതിനതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും. അതേസമയം മോശമായ സാധനം കൊണ്ട് വയ്ക്കുക, മോശമായിരിക്കും. ഇത്രയും കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഈ വാചകങ്ങൾ എഴുതി പഠിക്കുക, ടെൻസ് എഴുതി പഠിക്കുക, നിങ്ങൾ മിടുക്കന്മാരാവുക. എൻ്റെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ക്ലാസ് കൂടുതൽ ആളുകളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.